നാലുമണി ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിൽ കയറിയിട്ടുണ്ടോ. പിള്ളേർ വരുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. രാവിലത്തെ ഇഡ്ഡലി ഇരിക്കുന്നുണ്ട്, അപ്പോൾ അത് വെച്ചിട്ടൊരു സൂത്രം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള, തക്കാളി എല്ലാം കൂടെ അരിഞ്ഞ് പെറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് നമ്മുടെ ഇഡ്ഡലി ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് അതും നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സാധനങ്ങൾ. പിന്നെ ഒരു പാനിൽ വെച്ചിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുക. കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ, അച്ചിട്ട് ഒരുപാടൊന്നും വേണ്ട. ഒരു 2 വലിയ ടേബിൾ സ്പൂൺ. അതിനകത്തേക്ക് ആദ്യം കടുകിടുക, ഉഴുന്നിടുക, പിന്നെ ഇതാ പച്ചമുളക്, ഇഞ്ചി, വേപ്പില, പിന്നെ അത് കഴിഞ്ഞിട്ട് വറ്റൽമുളക് എല്ലാം കഴിഞ്ഞിട്ട് ഇതാ സവാളയും കൂടെ ഇട്ടിട്ട് ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോഴാണ് പിന്നെ നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. തക്കാളി ഒന്ന് വെന്ത് തുടങ്ങണ വരെ ഒന്ന് അടച്ച് വെക്കുക. അത് തുടങ്ങിയതിന് ശേഷം പിന്നെ ബാക്കി പരിപാടി നമുക്ക് നോക്കാം കേട്ടോ. ഇത് അടിപൊളി ടേസ്റ്റ് ഒരു റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ പിള്ളേർ വരുമ്പോൾ രാവിലെ കഴിച്ച പലഹാരം തന്നെ അല്ലേ ഉച്ചരിഞ്ഞിട്ട് വരുമ്പോൾ അതന്നെ കൊടുക്കുമ്പോൾ അവർക്കൊരു സങ്കടം വേണ്ട. അപ്പോൾ അതിനൊരു മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളിയും സവാളയൊക്കെ വഴണ്ട് വന്നപ്പോൾ അതിനകത്തേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തു. കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മുടെ നുറുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇഡ്ഡലിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയിൽ കിടന്നിട്ട് അതൊന്നും ഇങ്ങോട്ട് സോഫ്റ്റ് പഞ്ഞി പോലെ ആവും കേട്ടോ. എന്നിട്ട് ഇതാ നമ്മളൊരു പ്ലേറ്റിലേക്ക് ചൂടോടെ വിളമ്പിയിട്ട് ഇതാ ഇങ്ങനെ ഒരു ഗ്ലാസ് ചൂടുള്ള കട്ടൻ ചായയും കൂടെ എടുത്തിട്ട് ചൂടോട് കൂടി കഴിച്ചു കഴിഞ്ഞാൽ പൊന്നു മക്കളെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.